ക്രിസ്തുവിൽ ഏറ്റവും പ്രിയരെ, ക്രിസ്തീയ ജീവിതം എന്നാൽ ദാരിദ്ര്യത്തിൻ്റേത് ആണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പെരുകി വരണമെന്നാണ്. 2 കൊരിന്ത്യർ 9:8 പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നുവെന്ന്. ഈ വചനത്തിൽ 3 പ്രധാന സത്യങ്ങളുണ്ട്: ദൈവത്തിൻ്റെ കഴിവ്, നമ്മുടെ തൃപ്തി, നമ്മുടെ ഉത്തരവാദിത്തം. ദൈവം ശക്തനാകുന്നു എന്നതാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ. നമ്മുടെ ബാങ്ക് ബാലൻസിലോ ജോലിയിലെ വരുമാനമോ അതൊന്നുമല്ലെങ്കിൽ നമ്മുടെ ആസ്തിയോ ഒന്നുമല്ല നമ്മുടെ സമൃദ്ധിയുടെ ഉറവിടം. അത് സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവമാണ്. നാം ഒരു ചെറിയ വിത്ത് മണ്ണിലിടുമ്പോൾ ദൈവം അതിനെ വലിയ മരമാക്കുന്നു. അതുപോലെ നമ്മുടെ പക്കലുള്ള ചെറിയ കഴിവിനെയോ തുകയെയോ അത്ഭുതകരമായി വർദ്ധിപ്പിക്കുവാൻ അവന് കഴിയും. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച യേശു ഇന്ന് നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തനാണ്. ദൈവം നൽകുന്ന സമൃദ്ധി കേവലം പണം മാത്രമാണോ? അല്ല, അത് പൂർണ്ണ തൃപ്തിയാണ്. സാഹചര്യങ്ങൾ മാറിയാലും തളരാത്ത മനസ്സാണത്. ലോകം നൽകുന്ന പണം സമാധാനം നൽകുന്നില്ല. എന്നാൽ ദൈവം തരുന്ന അനുഗ്രഹം വളരെ വലുതാണ്. സദൃശ്യവാക്യങ്ങൾ 10:22 പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല എന്ന്. വലിയൊരു ആപത്ത് വരുമ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്, മക്കൾ നന്നായി വളരുന്നത്, കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നത് എല്ലാം ദൈവം നൽകുന്ന സമൃദ്ധിയാണ്. പണമുള്ള സമ്പന്നരേക്കാൾ ദൈവമുള്ള സാധാരണക്കാരൻ എത്രയോ ഭാഗ്യവാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മൾ ഒരു തടാകം പോലെ കെട്ടി നിൽക്കാനായിട്ടല്ല, മറിച്ച് ഒരു പുഴ പോലെ ഒഴുകാനാണ്. വിതയ്ക്കാതെ കൊയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ പാത്രം കൂടുതൽ നിറയ്ക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 11:25 പറയുന്നു, ഔദാര്യമുള്ളവർ പുഷ്ടിപ്പെടും, തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കുമെന്ന്. നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീർ ഒപ്പാൻ തയ്യാറായാൽ നിങ്ങളുടെ കണ്ണ് നിറയാതെ ദൈവം കാക്കും. കർത്താവിൽ പ്രിയരെ, നിങ്ങളുടെ കുറവുകളെ നോക്കി ഭാരപ്പെടരുത്. ദൈവം ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നുവെന്ന് 2 കൊരിന്ത്യർ 9:8 പറയുന്നുവല്ലോ. അവിടുന്ന് നിങ്ങളുടെ കൃപയെ പെരുക്കും. കടബാധ്യതയിൽ നിന്നുള്ള മോചനം, രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ, കുടുംബ സമാധാനം, ആത്മീകവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ഉന്നതി, ഇവയെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സജീവമായ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഇവരിൽ സകല കൃപയും പെരുക്കുമാറാക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. ജോലിയില്ലാത്തവർക്ക് നല്ല വഴികളെ ഒരുക്കണമേ. കടഭാരങ്ങളാൽ തകർന്നിരിക്കുന്നവരെ അവിടുന്ന് വിടുവിക്കണമേ. അങ്ങയുടെ മക്കൾ വെറും സ്വീകർത്താക്കൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് നൽകുന്നവരായി മാറാനുള്ള കൃപ കൊടുക്കണമേ. അവരെ സകല സൽപ്രവൃത്തിയിലും പെരുക്കുമാറാക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണ തൃപ്തിയോടെ ജീവിക്കുവാൻ സഹായിക്കണമേ. സമാധാനവും സന്തോഷവും ഇവരുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. സകല മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.